ഇതുണ്ടോ അവിടെ ഒരു വഴി പോകുന്നുണ്ടോ? ആ വഴി കൂടെയാണ് 120, 140 രാവിലെ പുറപ്പിച്ചത്. ഏത് ആംഗിൾ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത് ആംഗിളിൽ നോക്കിയാലും അടിപൊളി സീനാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വാല്യൂ ഡെസ്റ്റിനേഷനാണ്. അതൊരു നാച്ചുറൽ വണ്ടറാണ്. നമുക്ക് എല്ലാവർക്കും പോവാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ എങ്ങനെയുണ്ട്? എനർജി എങ്ങനെയുണ്ട്? ഗ്രാഫ് റിനെറ്റ് എങ്ങനെയുണ്ടായിരുന്നു? പള്ളി നമ്മളെ ആക്കിയല്ലേ? അടിപൊളി ഒരു പള്ളി കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററി ഭയങ്കര ഇൻട്രസ്റ്റിങ്. ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൗൺ കണ്ടപ്പോൾ ഇത്രയും വർഷങ്ങൾ 80s ഉണ്ടാക്കിയ ടൗൺ ആണെന്ന് ആലോചിക്കണം. ഇവിടുത്തെ കെട്ടിടങ്ങളുടെയൊക്കെ നമ്പർ കാണുമ്പം 1806 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും പ്ലാനിങ്ങിൽ ചെയ്ത, അത്രയും റിമോട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് പ്ലാനിങ് ചെയ്ത ആ പള്ളി കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതമാക്കി. ഏതൊക്കെയാലും ഇവിടുത്തെ ഈ സ്ട്രീറ്റിൻ്റെ അത്ഭുതങ്ങളും പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിയോണ്ട് ദ ബോർഡറിലേക്ക് സ്വാഗതം. യെസ്. ഡ്രൈവറെ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 260 കിലോമീറ്റർ? സൂപ്പർ ഡ്രൈവ് അല്ലായിരുന്നു? നല്ല സൂപ്പർ ഡ്രൈവ് അല്ലേ? ട്രക്കുകളൊക്കെ വരുമ്പോഴൊരു ചെറിയ ടെൻഷൻ അല്ലേ കുഴപ്പമില്ല. ഓക്കെ, പിള്ളേരെ അവർ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഗ്രാഫ് റിനെറ്റ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് കയറുകയാണ്. വളരെ യുണീക്കായിട്ടൊരു ടൗണാണ്, ബ്യൂട്ടിഫുൾ ടൗണാണ്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ പള്ളി കാണാൻ പറ്റുന്നുണ്ട്. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിവിടുന്ന് ഒരു സ്ട്രീറ്റ് എടുക്കുക. ആ സ്ട്രീറ്റ് ഇത്രയും പ്ലാൻഡ് ആയിട്ട് അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും നന്നായിട്ട് പ്ലാൻ ചെയ്ത ടൗണുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ അത്ഭുതപ്പെടും. എന്നുവെച്ചാൽ ആ സ്ട്രീറ്റിൻ്റെ സെൻട്രൽ ലൈൻ നേരെ പോകുന്ന ആ പള്ളിയുടെ അൾത്താരയുടെ നടുക്ക എന്ന് വെച്ചാൽ അത്രയ്ക്കും സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് ആ പള്ളിയുടെ മെയിൻ വാതിൽ തുറന്ന്, ഗേറ്റ് തുറന്ന്, മെയിൻ വാതിൽ തുറന്ന് അൾത്താരയ്ക്ക് നടുക്കത്തെ ക്രോസിൻ്റെ അത്രയും സെൻറ്ററിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അതുകൂടെ ആ ചർച്ച് കൂടാതെ വേറെയും കുറച്ച് അധികം ചർച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടികളൊക്കെ പോകുന്നു. ഡ്രോണിങ് ഓടിച്ചോളിയല്ലേ, ഞാൻ വീഡിയോ എടുക്കാം. അപ്പം അങ്ങനെ പോട്ടെ. ഇതൊന്ന് ഗ്ലാസ് ഒന്ന് കഴുകി വെക്കാമോ? നല്ല വിഷ്വൽസൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് നല്ല ചെളിയുണ്ട്, ഞാൻ കൂടുതൽ എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മൾ മെല്ലെ ടൗണിലോട്ട് കയറുക. ഞാൻ ഈ സ്ട്രീറ്റിൽ തന്നെയാണോ എന്ന്, ഞങ്ങൾ വന്ന ഈ സ്ട്രീറ്റ് തന്നെയാണോ എന്ന് അറിയത്തില്ല, പക്ഷേ കുഴപ്പമില്ല. ഏതെങ്കിലും 60 കിലോമീറ്റർ സ്പീഡുള്ളൂ. ടൗൺ ആയതുകൊണ്ട് തന്നെ ഇത്രയും നേരം 120 പിടിച്ച് വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റിയില്ല. ഇന്ന് ദിവസം ഏതാ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വിട്ടുപോയി അല്ലേ? നമ്മൾക്ക് ടച്ചേ പോയിട്ട് ഫോർഡ് എല്ലാം പിന്നെ ഉണ്ടായി ഉള്ള വണ്ടികളുടെയൊക്കെ ഷോപ്പുകളുണ്ട്. പിന്നെ ചൈനീസ് വാഹനങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങി കേട്ടോ. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികളും പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് വെയിറ്റ് ചെയ്യണം. ആ ലോറി കറങ്ങി വരുന്നതാണ്. ഡ്രൈവറെ ഇങ്ങനെയുള്ള ലോറികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കണം. എല്ലാം കൊണ്ട് കയറ്റി നിർത്തിക്കോ. എന്നാലും അവർ കേട്ടോ അത്ര ബുദ്ധിമുട്ടി അവർ ഓടിക്കുന്നതെന്നൊക്കെയാണ്. ഡാർലി ബുദ്ധിമുട്ടി അല്ലേ? അവരെക്കാളും ബുദ്ധിമുട്ടിയാണ് ഡാർലി ഓടിക്കുന്നത്, ഡാർലി പറയുന്നത്. ഇത് ഇവിടെ പെട്രോൾ പമ്പുകൾ അങ്ങനെയൊക്കെ നല്ല ഒരു സ്റ്റോപ്പായിരിക്കും. ഇത് ഡെഫിനറ്റ്ലി നല്ലൊരു സ്റ്റോപ്പായിരിക്കും. ഞാൻ ഈ ചെല്ലുന്ന സ്ട്രീറ്റ് തന്നെയാണോ ആ പള്ളിയുടെ സെൻറ്ററിലേക്ക് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അങ്ങനെ ഇത് തന്നെയാണെങ്കിൽ നമുക്കത് കാണാം. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പഴമയുടെ റിച്ച്നെസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫ്രിനെറ്റിൽ ഇവിടെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂള്, അങ്ങനെ പല പല സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടോ. നോക്കിയോ പള്ളി എവിടെ നിൽക്കുന്നുണ്ടോ? എന്താ നോക്കിയേ. ഇതൊരു ഭയങ്കര സീൻ തന്നെ കേട്ടോ. നോക്കി എത്ര ദൂരെയാണ് ഞാനിത് എടുക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ബാക്കോട്ട് വരാവേ. നോക്കി ആ പള്ളി നിൽക്കുന്ന അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ആ ഗാംഭീര്യം ഒന്ന് കണ്ടു നോക്ക്. ഡാർലി മെല്ലെ പോയാൽ മതി കേട്ടോ. നമുക്ക് മെല്ലെ നോക്കിയോ. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു പേഷ്യൻ്റ്, ഈ ഭാഗത്ത് നിന്ന് വന്നൊരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഗ്രാഫ് റിനെറ്റ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അത്ഭുതം. അന്ന് തൊട്ട് എനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴും പള്ളി ഒത്തിരി ദൂരെ, ആ പള്ളിയുടെ ആ ഗോപുരവും കുരിശും ഒക്കെ കാണാൻ പറ്റുള്ളൂ.
പക്ഷേ എന്നാലും ഈ ലൈനാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ ലൈൻ കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി സണ്ണാണോ ഇങ്ങോട്ടോ, ആ പള്ളിയുടെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 1903 ബിൽഡിംഗ് ഒക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയുടെ ലൈൻ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കി അതങ്ങനെ പള്ളിയുടെ ഉള്ളോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുകളിലോട്ട് കാണിക്കാം. ആ പള്ളിക്ക് വേണ്ടി റോഡ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് മാറ്റിയ പോലെ ഇത് 1 വേ ആവുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഇത് വൈഡ് ആംഗിളിൽ ഇട്ടാൽ മാത്രമേ ഫുള്ള് പള്ളിയുടെ ഇത് കിട്ടുന്നുള്ളൂ. ലോക്കല്ല വണ്ടി നല്ലൊരു ക്വയറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മൊത്തത്തിലൊരു ക്വയറ്റ് ആംബിയൻസാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ വേറൊരു കാര്യം പറയാം. ഈ പള്ളി UK ഒരു പള്ളി, UK ആണ് യൂറോപ്പിലെ ഏതോ ഒരു പള്ളിയുടെ അതേ മോഡലിൽ തന്നെ പണിതേക്കുന്ന പള്ളിയാണ് അത് തന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ അത്ഭുതപ്പെടുത്തി എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ, ആ പള്ളിയുടെ ഇതിനു വേണ്ടി ആ സ്ട്രീറ്റ് 1 വേ ആക്കിയിട്ടുള്ളൂ. പള്ളിയുടെ ഏകദേശം പുറവശത്തെ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. അതുകൂടെ ഇങ്ങോട്ട് നോക്കിയാലും അത് തന്നെയാണ് കാണുന്നത്. പക്ഷേ പള്ളിക്ക് വേണ്ടി കറക്റ്റായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2-3 ക്ലാസിക്കൽ ഷോട്ടൊന്ന് എടുക്കട്ടെ കേട്ടോ. എന്താ സൂപ്പർ. ഏത് ആംഗിൾ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത് ആംഗിളിൽ നോക്കിയാലും അടിപൊളി സീനാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു കൊയറ്റാട്ടോ, സ്ഥലങ്ങളൊക്കെ കൊയറ്റാണ്. വളരെ എന്താ പറയുക, വളരെ ക്വയറ്റായിട്ടുള്ളത് ഇത്. അപ്പം ഞാൻ പറഞ്ഞില്ല, സ്ട്രീറ്റ് പള്ളീനെ ചുറ്റി അവർ 1 വേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീണ്ടും കറങ്ങി ഒരു റൗണ്ട് കറങ്ങി പള്ളിയുടെ മുമ്പിലോട്ട് വരുവാണ്. ഫുൾ ആംബിയൻസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു സണ്ണ് അപ്പം പള്ളിയുടെ ആനവാതിലാണ് ഈ കാണുന്നത് കേട്ടോ. എന്താ വിഷ്വൽ കണ്ടോ, ആനവാതിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഞാനൊരു സൂത്രം കാണിക്കാം. ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ട് തിരിയുവാണെന്ന് വെച്ചാൽ അതുകൊണ്ടോ നോക്കിയോ, ഞാൻ നേരെ ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ ആ സ്ട്രീറ്റാണ് കാണുന്നത്. ആ സ്ട്രീറ്റിൻ്റെ മെയിൻ സെൻറ്റർ ലൈൻ ഓൾ ദ വേ അങ്ങ് വരെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എനിക്ക് തോന്നുന്നത് 1.5 കിലോമീറ്റർ അതിന് നമുക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും സെറ്റപ്പാണ്. അപ്പോൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നാന്ന് വെച്ചാൽ അന്ന് ഒരു 80s നിർമ്മിതിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ 80s എന്തോരം പ്ലാനിങ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഒരു മെയിൻ ടൗണോ അങ്ങനെയൊന്നും അല്ല, ഒരു വില്ലേജ് ടൗണാണ്. ഒരു വില്ലേജിലുണ്ടാവുന്ന. അപ്പോൾ ഇത് ഒരു കാലത്ത് പറയും വേൾഡിലെ റിച്ചസ്റ്റ് ടൗൺ ആയിരുന്നു ജോഹാനസ്ബർഗ് എന്ന് പറയും. എന്നാൽ ആ ഗോൾഡ് റഷ് ഉള്ള സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ പിന്നെ അന്ന് തന്നെ യൂറോപ്യൻസിൻ്റെ സെറ്റിൽമെൻറ്റും കാലാവസ്ഥ വെച്ചും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും ഞാൻ പറയുന്നു ഇവിടുത്തെ വൈറ്റ്സ് നല്ല റിച്ചായിട്ടാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ആ രീതിയിൽ അന്നത്തെ കാലത്ത് അവർ ഇത് യൂറോപ്പിലെ അതേ സ്ട്രക്ചർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പണിയുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എങ്ങനെ ഒരു അല്ലേ, സൂപ്പർ ഒരു സ്ഥലം അല്ലേ. ആ ഗ്രീനറി പള്ളി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തത്. ഞാൻ ഉൾഭാഗം ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കാണിക്കാം. ഉൾഭാഗം അതിന് ഒരാംഗിളെന്നല്ല, ഒത്തിരി ആംഗിൾ ഉണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം കേട്ടോ. നമുക്ക് ഒരാംഗിളിൽ തീർക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും ഏത് പള്ളിയുടെ ചുറ്റും നടന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. എടാ സിയാനെ എന്നാ ഉണ്ടാ? ആ ചെടികൾ ഇതിപ്പോൾ ഓരോ സീസണൽ പ്ലാന്റാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ചെടികൾ നിൽക്കുന്ന നല്ല ഒരു വെള്ള ക്രീം കളറിലുള്ള ചെടികളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടുത്തെ സർവീസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അത് ഉള്ളിൽ കയറി കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഉള്ളിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിയൊക്കെയാണ്. പുറമേ തന്നെയുള്ള കാഴ്ചകൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സ്ട്രക്ചറൽ ബേസിലുള്ള ഇത്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എനിക്ക് ഇതിൻ്റെ അത് നമുക്കൊന്ന് കയറി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായേനല്ലേ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആ വിഷ്വൽ എന്താ ഒരു പ്രൗഢത, അല്ലെങ്കിൽ ഇത് ഇത്രയും ഇൻലാൻഡിൽ നമ്മൾ ആലോചിക്കുക. ഡാർലി എന്നോട് ചോദിക്കുമായിരുന്നു ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒരു മനുഷ്യനുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇത്രയും ഡ്രൈവ് ചെയ്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചെടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണുന്നത് അല്ലേ. അതെ. അപ്പം എത്രയും വർഷങ്ങളെടുത്താണെങ്കിലും നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വിചാരിക്കില്ല ഇത്രയും പള്ളി പണിയാൻ ഇവിടെ ഉള്ളവർക്ക് ഇത്രയും പൈസ ഉണ്ടോയെന്ന്. പക്ഷേ ഇതൊക്കെ ഒന്നും ഇപ്പോഴത്തെ കാലത്തെ സ്ട്രക്ചറല്ല, ഇതിൻ്റെ വർഷങ്ങളോളം പഴക്കമുള്ള സ്ട്രക്ചറാണ്. അപ്പം ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് ഉള്ളിൽ പോയി വായിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഇത് ഏത് പള്ളിയുടെ കോപ്പിയാണെന്നും, അതായത് യൂറോപ്പിലുള്ള ഒരു പള്ളിയുടെ കോപ്പിയൊക്കെയാണ്. ആ പള്ളിയുടെ ഡീറ്റെയിൽസും പിന്നെ ഇത് വർഷം പണിതത് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ എഴുതി കാണിക്കാൻ പറ്റുമെങ്കിൽ എഴുതി കാണിക്കാം. അപ്പോൾ അതൊക്കെയാണ്, വിട്ടുപോകാൻ തോന്നുന്നില്ല. എന്താ അതിൻ്റെ ഒരു ഭംഗി.
ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അങ്ങനെ നല്ല സൂപ്പർ വിഷ്വൽസും ഫോട്ടോസൊക്കെ കിട്ടി. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പോകല്ലേ ഇനി? അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണോ പോകുന്നത്? ഫുഡ് കഴിച്ചിട്ട് പോകല്ലേ? കാണുമ്പോൾ തന്നെ അറിയാലേ പഴയകാല സ്ട്രക്ചേഴ്സാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ. ഷോപ്പിംഗ് സെൻറ്റർ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പിംഗ് നെറ്റ്വർക്കുകളിലെ ഷോപ്പുകൾ മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഒരു ലുക്കാണ് ഞാൻ പറയുന്നത്. എന്താ മനോഹരമായിട്ട് ആ പഴയകാല സ്ട്രക്ചർ. നല്ല പ്ലാനിങ് ഉണ്ടായിരുന്ന ടൗൺ ആണെന്ന് നമുക്ക് കാണാം കേട്ടോ. ഹോം സ്റ്റേകളൊക്കെ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഒരു സമയം സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഒരു KFC ഡ്രൈവ് ത്രൂ എടുക്കാം അല്ലേ ഡാർലി? പെട്ടെന്ന് അതെ, നമുക്ക് കുറേ കൂടെ സ്ഥലങ്ങളും കവർ ചെയ്യാം, കുറച്ചും കൂടെ നേരത്തെ ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഹലോ, ഗുഡ്. We want 4 French burgers. Yes. Okay, 2 Sprite. You got that one, 2 Sprite. And 2 vanilla milkshake. Vanilla milk. We have chocolate and strawberry. Chocolate. 2 chocolate milkshakes. Thank you. You too. Thank you. Ask for Sprite. Okay, Coke is fine. Actually, I asked for Sprite. Will you please give one Sprite? One Sprite. Yeah. ഞങ്ങൾ പള്ളീനെ ഒന്നും കൂടെ ഒന്ന് വലം വെച്ചതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ടൗണിൻ്റെ ഇത്രയും ബിസി നന്നായിട്ട് അവർ പ്ലാൻ ചെയ്തേക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. ഇതിലേക്ക് ഓടിക്കാൻ തന്നെ നമുക്കൊരു സുഖം. ഫ്രീഡം ചർച്ച് ഇത് കണ്ടോ, വേറെ അനദർ വൺ ഇതുണ്ടോ, എത്രയാ പള്ളികൾ കേട്ടോ ഇവിടെ. ഇത് പറഞ്ഞാൽ ഫ്രീഡം ചർച്ച് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെയാണ് അടുത്ത ചർച്ച്. അന്നത്തെ കാലത്ത് തന്നെ എന്തോ ഒരു വീതിയിലായി റോഡ് പണിത് വെച്ചേക്കുന്നത് അല്ലേ. എന്താ അല്ലേ, വണ്ടി 3 ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ലൈൻ ട്രാക്കിനുള്ള സ്ഥലമുണ്ട്. അതുകൂടാതെ പാർക്കിംഗ് ഉണ്ട്. എല്ലാം കൂടെ വരുമ്പോഴേക്കും അപ്പം ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ബോർഡ് കണ്ടോ. ഓക്കെ, വാലി ഓഫ് ഡെസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ, പക്ഷേ പഴയ കാലത്ത് ഓരോ വീടുകൾ ഒരേ സ്റ്റൈല് തന്നെ, പക്ഷേ ആ കൊളോണിയൽ സ്റ്റൈൽ തന്നെ. അവിടെ റൈറ്റ് സൈഡിൽ ഡാർലിംഗ് കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് ആ വെള്ളയും ഗ്രീനും ഒക്കെ ആയിട്ട് അല്ലേ. ഇത് അതുപോലെ തന്നെ അല്ലേ, ആ സൈഡ് 2 സൈഡും അതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫാമിങ്ങിൻ്റെ ഒരു റിച്ച് കാലഘട്ടത്തെയാണ് നമ്മൾ ഓർപ്പിക്കുന്നത് കേട്ടോ ഇവിടെ. എന്തോ റബ്ബി മാച്ചൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. നമുക്ക് ഇനി വേറൊരു ഇതുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് കണ്ടില്ലേ, ഇതിന് വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുമ്പോട്ട് തന്നെ നോക്കിയോ. ഇനി നമുക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ നമുക്കൊരു സൂപ്പർ വ്യൂ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴേക്കും വേറെ സൂപ്പർ വ്യൂ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് കണ്ടോ, ഓർബർഗ്, എല്ലാത്തിനും ഒരു ബർഗുണ്ട്. ജോനാസ്ബർഗ് തൊട്ട് എല്ലാത്തിനും ഒരു ബർഗുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന മാരി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ, പക്ഷേ ഇത് മുറൈ എന്നാണ് ഞാൻ ആദ്യ കാലത്ത് ഇവിടെ വന്നപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് മാരി എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഡോക്ടറുടെ പേരായിരുന്നു. ഒരു ഡാമാണ് കാണുന്നത് കേട്ടോ. സൂപ്പർ ഒരു ഡാം നിറഞ്ഞു കിടക്കുന്നു. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ഫുള്ളായിട്ട് കിടക്കുന്നു. ഇവിടെ ഒരു നാഷണൽ പാർക്കും ഉണ്ട് കേട്ടോ. നമ്മൾ അപ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നല്ലൊരു ഡാം കണ്ടു. ഡാമിനോട് ചേർത്ത് തന്നെ നിർത്തി. അപ്പോൾ നമുക്ക് ഇത് ഈ ഗ്രാഫ്നെറ്റ് എന്ന് പറഞ്ഞ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാമാണ്. ഫാമിംഗ് പർപ്പസിന് വേണ്ടിയുള്ള ഡാമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഫുഡും കൂടെ കഴിക്കാം അല്ലേ. ഇപ്പോൾ യാത്രക്കിടയിൽ ഞങ്ങൾ ഈ ഉച്ച നേരത്തെ ഫുഡ് മിക്കവാറും തന്നെ ഇങ്ങനെ ഡ്രൈവ് ത്രൂവിലൊക്കെയുള്ള ബർഗറോ അങ്ങനെയൊക്കെ വെച്ച് KFCയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാണ് മാനേജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആ കാര്യത്തിൽ നമുക്ക് പോകും. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ഓവറിൽ നമുക്ക് പരിപാടി നടത്താം. അപ്പോൾ ഓക്കെ അല്ലേ, നിങ്ങൾ തുടങ്ങുമല്ലേ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ നാഷണൽ പാർക്കുകളാണ് കൂടുതലും. ഇവിടെ ഏകദേശം ഒരു 52ഓളം നാഷണൽ പാർക്കുകളോ 52 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഡേ പെർമിറ്റുള്ള പാസ്സാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ വാലി ഓഫ് ഡെസ്റ്റിനേഷനാക്കി പോവാണ്. ഇറ്റ്സ് എ ഫാമിലി കാർഡ്. താങ്ക് യു. ഞാൻ ഇതൊരു നാഷണൽ പാർക്കിലേക്ക് നമ്മൾ കയറിയേക്കുന്നത് കേട്ടോ. നീ കണ്ണ് തുറന്ന് വെച്ചോ, ഇഷ്ടംപടി ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്നിവിടെ അല്ല സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ വേറൊരു നാഷണൽ പാർക്കിലാണ്. ഇതിൻ്റെ പേര് കംഡിബോ നാഷണൽ പാർക്ക് എന്നാണ് പറയുന്നത്. ഇത് ഡേ പെർമിറ്റ് ആണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറയുവാണെങ്കിൽ ഒരു നല്ല ഒരു സിസ്റ്റമാണ് സൗത്ത് ആഫ്രിക്കൻ നാഷണൽ പാർക്സ്. ഇതൊരു നല്ല സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 85, അതായത് നാട്ടിൽ ഒരു 500 രൂപ വേണമായിരിക്കും ഒരു ഡേ പെർമിറ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ഉള്ളിൽ കയറാൻ വേണ്ടി. അതേസമയം നമ്മളൊരു വർഷത്തേക്ക് ഒരു ഫാമിലി കാർഡോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാർഡ് എടുക്കുവാണെങ്കിൽ ഒരു 5000 രൂപ 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ നാഷണൽ പാർക്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി തരും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ ഏകദേശം ഒരു എൻട്രി വെച്ച് തന്നെ 2000 രൂപ പേ ചെയ്യേണ്ടി വന്നായിരുന്നു 4 പേർക്ക്. ഇത് നമ്മൾ 4 പേർക്കൂടെ ഒരു 1 ഇയറിലേക്ക് നമ്മളൊരു 5000 രൂപ ആദ്യം അങ്ങ് പേ ചെയ്തിടുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വാലി ഓഫ് ഡിസൊലേഷൻ. അപ്പം ഇത് നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെ കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അവർ എൻട്രി പോയിന്റിൽ നമുക്ക് എൻട്രൻ പെർമിറ്റും തരും. ഇത് ക്രൂഗർ നാഷണൽ പാർക്ക് അടക്കം ഇവിടുത്തെ ഒരു 50-60 ഇവിടുത്തെ മാത്രമല്ല അതുകൊണ്ട്. അത് പറഞ്ഞപ്പോഴേക്കും തന്നെ ആനിമൽസിനെ കണ്ടോ. നീ കണ്ടോ സ്പ്രിംഗ് കണ്ടോ അവിടെ ഉണ്ട് കേട്ടോ, കണ്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും ദൂരം നിന്ന് സ്പ്രിംഗ് ബോക്സിനെ കാണണം, നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ ഈ കാടിൻ്റെ പ്രത്യേകത ഇവിടെ മാത്രമല്ല, ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക മാത്രമല്ല, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഇസ്വാത്തിനി അല്ലെങ്കിൽ സ്വാസിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തും അവിടുത്തെ നാഷണൽ പാർക്ക് വരെ ഉപയോഗിക്കാം. അതുകൂടാതെ പ്രൊവിൻഷ്യൽ ബേസ്ഡിലുള്ള നാഷണൽ പാർക്കിൽ എൻട്രി ഫീ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സംഭവം എത്ര പ്രൊഫഷണലായിട്ട് അവർ നമ്മളെ ഡീൽ ചെയ്യുന്നതെന്നുള്ള അത് മാത്രമല്ല, നമുക്ക് കയറുമ്പോൾ തന്നെ ആ നാഷണൽ പാർക്കിൻ്റെ ഒരു മാപ്പൊക്കെ തരും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 ഇൻട്രസ്റ്റിംഗ് സ്പോട്ടാണുള്ളത്. അപ്പം ഇൻട്രസ്റ്റിംഗ് സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് മാപ്പിലൂടെ കാണിച്ചു തരണ്ട, നമുക്ക് നേരിട്ട് തന്നെ കാണാം അല്ലേ. ഡാർലിക്ക് എന്തൊക്കെ അറിയാം പറ, ഡാർലി പറ. ഞാൻ തന്നെ പറഞ്ഞു ആൾക്കാർക്ക് മടുപ്പായി. എന്തുണ്ട് എന്തൊക്കെയാ പറയാനുള്ളത് പറ. ആനിമൽസിനെ കാണണം. സാൻസിയ എന്നാ വാലി ഓഫ് ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് വാലി ഓഫ് ഡിസൊലേഷൻ്റെ വിശേഷങ്ങൾ അതെന്താണെന്ന് എങ്ങനെ ഫോം ആയി എന്നുള്ള കാര്യങ്ങൾ കാണാം. അതിന് മുമ്പ് നമുക്ക് വേറൊരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു പിക്നിക് സ്പോട്ടാണ്. അത് കൂടാതെ ആനിമലിനെ വല്ലതും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലേ, കണ്ടിട്ട് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വാലി ഓഫ് ഡിസൊലേഷൻ. ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് റോണ്ടോവൽ എന്ന് പറയും. ആഫ്രിക്കയിലെ പണ്ടത്തെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അത് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത രാജ്യങ്ങൾ ഇസ്വാത്തിനിയിൽ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു അക്കോമഡേഷനിൽ നമ്മൾ സ്റ്റേ ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ അതിന് റോണ്ടോവൽ എന്ന് പറയും, റൗണ്ട് ഷേപ്പിലുള്ള ഇതാണ്. ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയ കേട്ടോ. ഇത് വലിയൊരു നാഷണൽ പാർക്ക് മാത്രമല്ല, വ്യൂ പോയിന്റും ഉണ്ട്. സിയാനെ, ലെറ്റ്സ് ഗോ. സ്റ്റോപ്പ് ഫോർ 1 minute, ഒബ്സർവ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അത് 1 minute നിർത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും നമുക്ക് പോയി നോക്കാം, വാ, ലെറ്റ്സ് ഗോ. ഓക്കെ, വാലി ഓഫ് ഡിസൊലേഷൻ്റെ ഫോട്ടോ കിട്ടണമെങ്കിൽ ഇവിടെ നിന്നാൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ശരിയാണല്ലോ, നോക്കാമല്ലോ. ഓക്കെ, ദേ ഈസ് കം. ഓക്കെ, വാലി ഓഫ് ഡിസൊലേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫോർമേഷനെ കുറിച്ചാണ് മൊത്തത്തിൽ പറയുന്നത് കേട്ടോ. ഈ സ്ട്രക്ചറൽ ഫോർമേഷനാണ്, അതായത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായതിന് ശേഷം ഇത്രയും ഫ്ലാറ്റ് ലാൻഡിൽ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായതിന് ശേഷം പൊങ്ങി വന്ന ഈ സ്ട്രക്ചറാണ്. അതായത് തൂണ് കണക്കുള്ള സ്ട്രക്ചറാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അതിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ വന്നേക്കുന്നത്. നല്ല അതിങ്ങനെ ഫ്രെയിമിൻ്റെ അത് നന്നായിട്ട് വരുന്നുണ്ട്, വാലി ഓഫ് ഡിസൊലേഷൻ. സാൻസിയ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ വന്നിട്ട് ഉണ്ടായ ഒരു സ്ട്രക്ചറാണ്. ഇപ്പം നീ നോക്കി, എന്തോ ഒരു ഫ്ലാറ്റ് ലാൻഡാണ് നോക്കി. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു 30 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ആനിമൽസിന് വേണേൽ ബൈനോക്കുലർ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും ഈ നാഷണൽ പാർക്കിൻ്റെ അകത്ത്. അപ്പം ഇവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുകയും ഇങ്ങനെ ലൈം സ്റ്റോണിൻ്റെ പോലത്തെ ഉള്ള സ്ട്രക്ചർ വരികയും ചെയ്യുക. അത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു പനോരമിക് റൂട്ട് എന്ന് പറഞ്ഞ ബെസ്റ്റ് ഒരു സീനിക് ഡ്രൈവ് ഉണ്ട്. അവിടെ 3 റോണ്ടോവാൾസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഗസ്റ്റിനെയും കൊണ്ട് വരുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഗസ്റ്റ് ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ അവരെയും കൊണ്ട് ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് ഇതുപോലത്തെ 3 എണ്ണം അടുപ്പിച്ച്, ഇവിടെ 2 എണ്ണം കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് വാലി ഓഫ് ഡെസ്റ്റിനേഷനൊക്കെ കണ്ട് ഫാമിലിയോടൊപ്പം ഞങ്ങൾ ബോർഡറുകൾ താണ്ടുകയാണ്. ബോർഡറുകൾ കിടക്കണേ ഇനിയും ദിവസങ്ങളുണ്ട് കേട്ടോ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, ബോർഡറുകൾ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഞങ്ങൾ ഇപ്പം പ്രൊവിൻസുകളുടെ ബോർഡറുകളാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഒരു പ്രൊവിൻസിലാണ്, ഞങ്ങൾ സെക്കൻഡ് പ്രൊവിൻസിലേക്ക് എത്തി. പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സംസ്ഥാനങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും പക്ഷേ അവിടുത്തെ സംസ്ഥാനത്തേക്കാളും ഒക്കെ വലിയ സംസ്ഥാനങ്ങളാണ്. ചിലത് ഒട്ടുമുക്കാറും വലുതാണ്, പക്ഷേ ചെറുതുമുണ്ട്. എനിക്ക് തോന്നുന്നത് തമിഴ്നാടിൻ്റെ സൈസോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ സൈസോ ഉള്ളതൊക്കെയാണ് ഓരോ പ്രൊവിൻസും. അപ്പം അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ ടോപ്പിലേക്ക് എത്തുമ്പോൾ കാണുന്ന വ്യൂ നമുക്ക് ഒന്നിച്ച് കാണാം. ഹലോ ഹായ്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ കാണുന്നത് കണ്ടോ, ഇതൊരു സൂപ്പർ വാലി തന്നെ കേട്ടോ. യെസ്,
എന്താ അറേഞ്ച്ഡ് ആയിട്ടുള്ള ടൗണാണെന്ന് നോക്കിയാൽ നിങ്ങൾ. നമ്മൾ നേരത്തെ കയറി വന്ന ടൗണാണ്. നോക്കിയാൽ റോഡുകൾ, സ്ട്രീറ്റുകൾ കണ്ടോ, മെയിൻ സ്ട്രീറ്റുകൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തേക്കോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് സ്ട്രീറ്റ്. നമ്മുടെ പള്ളി കാണാൻ പറ്റുന്നുണ്ടോ സഞ്ജ? അതേ ചർച്ച് അവിടെ അല്ലേ? ഏതാ സെൻറ്ററിലല്ലേ? അപ്പോൾ നമ്മൾ ആ ഡയറക്ഷനിൽ നിന്നാണ് വന്നതെന്ന് തോന്നുന്നു. നമ്മൾ ആ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ വന്ന ആ പള്ളിയിലേക്കാണ് ആ റോഡ് വന്ന് എൻഡ് ആവുന്നത്. എത്ര വർഷമാണല്ലേ? നമ്മൾ 1806 ബിൽഡിംഗ് അല്ലേ പള്ളിയുടെ നെക്സ്റ്റ് ആയിട്ട് കണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും പ്ലാൻഡായിട്ട് ചെയ്തേക്കുന്ന ടൗൺ. അതിരിക്കുന്ന സ്ഥലം നോക്കി, അതിൻ്റെ ആംബിയൻസ് ഞാൻ നോക്കുക. ആ വാലി, സ്കൈ, നല്ല ബ്ലൂ സ്കൈ, അത് കഴിഞ്ഞിട്ട് ലെയർ ഓഫ് മൗണ്ടൻസ്, അത് കഴിഞ്ഞ് ടൗണ്. ഇന്നത്തെ എത്രാമത്തെ ഹൈക്കാണല്ലേ? ഒരു ദിവസം തന്നെ അതാ കുഴപ്പമില്ല. ഓക്കെ, ചെറുതായിട്ട് ഇന്ന് ഒന്ന് കുറഞ്ഞേടാ. രാവിലെ തന്നെ ആശാൻ ഒന്ന് വീണിട്ട് മുട്ടയിൽ ചൊല്ലി പോയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്താണ് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ചു ഓക്കെ ആണോടാന്ന് ചോദിച്ചു, പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. സിയാനെ ഓക്കെ ആണോടാ? നോക്കട്ടെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോടാ? രാവിലത്തെ അല്ലേ? ഇത് രാവിലത്തെ. മറ്റേ കാലം നീടാ രാവിലത്തെ മറ്റേ പേർക്ക് എന്ത്? എൻ്റെ പൊന്നോ, ട്രിപ്പ് കഴിയുമ്പോഴേക്കും മുട്ട തൊലി ഉണ്ടാവുകയല്ലടാ. അപ്പം ഓക്കെ അല്ലേടാ? അങ്ങോട്ട് നോക്കി, ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെയാണ്. ഡാൻ ഡൂൺ എവിടെ പോരാ? ഡാനും ഡൂനും ഒക്കെ ഓക്കെ. എന്താ വ്യൂ അല്ലേ? സത്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡാർലി എന്നോട് ചോദിച്ചു ഇത്രയും സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വലിയ ടൗൺ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ശരിയാ, ഞങ്ങൾ ഈ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴൊക്കെ കാണുന്നത് വിശാലമായിട്ട് കിടക്കുന്ന ഇങ്ങനത്തെ നിരകളൊക്കെയാണ്. അതിൻ്റെ നടുക്കായിട്ട്, ഒത്ത നടുക്കായിട്ടാണ് ഇങ്ങനെയുള്ള ടൗണുകൾ അവർ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതാണ് ഗ്രാഫ് റിനെറ്റ്. ഇതിൻ്റെ വേറെ ആംഗിളൊക്കെ കിട്ടുമോ നോക്കാം. നല്ല രസമുണ്ടല്ലേ? നല്ല സ്കൈയും നമുക്ക് അല്ലേ? ഇപ്പം ഇവിടെ ഇത് ഒരു വേറെ ഇത് റോണ്ടവെൽസ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഡാമാണ് അവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഡാം ഈ ടൗണിനേക്കാളും പൊങ്ങിയാണ് നിൽക്കുന്നത് അല്ലേ? അതെ, ശരിയാ, ഈ ടൗണിനേക്കാളും പൊങ്ങിയായിട്ടാണ് ആ ഡാം നിൽക്കുന്നത്. ഇപ്പോൾ വാട്ടർ സപ്ലൈ ഒക്കെ ഉണ്ട്. അത് മാപ്പിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 24 ഡിഗ്രി ആട്ടോ. ചെറിയൊരു വലിയ കാറ്റില്ല. നമുക്ക് ഒരു നോക്കട്ടെ, ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ കാണാം വാലി ഓഫ് ഡെസ്റ്റിലേഷൻ അല്ലേ? ഇതാ കാണുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആയിട്ടാണ് നിൽക്കുന്നത്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് അല്ലേ? ഇതാണ് വാലി ഓഫ് ഡെസ്റ്റിലേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നമ്മുടെ മൗണ്ടൻ സ്ട്രക്ചർ, അതുകൊണ്ട് പല ഹ്യൂമൻ സ്ട്രക്ചറും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ ഇവിടെയാണ് ഡാം ഉള്ളത്. ഗ്രാഫ് റിനെറ്റ് എന്ന് പറഞ്ഞ ടൗണിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞ പോലെ 4-5 എന്ന് പറഞ്ഞ പോലെ ആ മെയിൻ സ്ട്രീറ്റൊക്കെ അതുപോലെ തന്നെ അവരവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഇതിന് ചുറ്റുമുള്ള മൗണ്ടൻ, ഇവിടുത്തെ ഓരോ മൗണ്ടൻ റേഞ്ചും അതിൻ്റെ അപ്പുറത്തെ മൗണ്ടൻ റേഞ്ച് എല്ലാവരും ഇവിടെ നല്ല മാപ്പ് ചെയ്ത് വെച്ചു. ഇവിടെ നിന്ന് നമുക്കൊരു 360 കാണുകയും ചെയ്യാം കേട്ടോ. നല്ല ഒരു 360 ആംഗിളിൽ കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, സ്കൂളിൽ പഠിക്കാത്ത കാര്യമൊക്കെ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല സൻസ്യ? കൊള്ളാം. സൻസ്യ പറഞ്ഞു സ്കൂൾ ഹോളിഡേ ഇനി ഞാൻ പഠിക്കണമെന്ന്. ഇനിയും പഠിക്കണോ സൻസ്യ? ഈ സ്കൂളിൽ പഠിക്കാത്ത കാര്യങ്ങളാണ് നീ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പഠിക്കാവുന്ന കാര്യങ്ങൾ ഇതൊന്നും ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അച്ഛക്കൊക്കെ നല്ല മെമ്മറീസ് എന്നും സ്കൂളിൽ പഠിച്ചപ്പോഴും ട്രാവൽ ചെയ്തപ്പോൾ സമയത്തൊക്കെ കിട്ടിയ നല്ല മെമ്മറികളാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. എത്ര ദൂരം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. കിലോമീറ്ററുകൾ കണക്കിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാ ഒത്തിരി ദൂരത്തേക്ക്. അപ്പോൾ ഇത് തന്നെ ഒരു നാഷണൽ പാർക്കായിട്ട് നിലനിർത്തുമ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പ് സൈറ്റൊക്കെ എടുക്കാൻ പറ്റും. ഒത്തിരി വിഷ്വൽ കിട്ടും. പക്ഷേ ഞങ്ങൾ ഈ നാഷണൽ പാർക്കിലല്ല ഇന്ന് സ്റ്റേ ചെയ്യുന്നത്, വേറൊരു നാഷണൽ പാർക്കിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ആഫ്രിക്കയിലെ പഴയ കാലത്തെ ഹട്ടിൻ്റെ സ്ട്രക്ചറാണ് റൗണ്ടിൽ ഇങ്ങനെയുള്ളത്. നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേയിൽ ഇസ്വാത്തിനിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനെ കാണുന്നില്ല ഇപ്പം അങ്ങനത്തെ ഹട്ട്. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സൈറ്റിങ് സംഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. എടാ ഇനി അടുത്ത തൊലി കളയല്ലേ, വാ ഇറങ്ങ്. അപ്പോൾ ജസ്റ്റ് ഡ്രൈവ് ത്രൂ കൂടെ ചെയ്തിട്ട് അടുത്ത ഇപ്പോൾ ഇവിടെ നാഷണൽ പാർക്കുകളിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ചാൽ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതായത് നമ്മൾ ഓൺ ടൈമിൽ എത്തണം. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണല്ലോ. നമ്മുടെ പ്രൈവറ്റുകാരെ പോലെ അവർ നമ്മളെ വെയിറ്റ് ചെയ്യില്ല. എല്ലാ ദിവസവും നമ്മൾ എല്ലാവരുടെടുത്തും ലേറ്റായിട്ട്. ഹെല്ലിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഹെല്ലിൻ്റെ ഞങ്ങൾ എത്തിച്ചേർന്ന ആ എപ്പിസോഡൊന്ന് പോയി കണ്ടോ കേട്ടോ. അതുപോലത്തെ അഡ്വഞ്ചറായിരുന്നു ഞങ്ങൾ ചെയ്തു വെച്ചത്. എന്നാണെങ്കിലും നമ്മൾ സാധിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ റബ്ബി കളിക്കുന്ന ഗ്രൗണ്ട് കണ്ടില്ലേ? അതല്ലേ ആ കാണുന്ന ആ ഗ്രൗണ്ടല്ലേ? അത് നോക്കിയാൽ ഏറ്റവും ഇങ്ങേറ്റത് അതൊന്ന് എന്ത് രസമായിട്ട് അവർ പ്ലാൻ ചെയ്തത്. ടൗണിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്ത് നല്ലൊരു റബ്ബി ഫീൽഡ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്പോർട്സ് അതിൽ കൂടാതെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വേറെയും ഫീൽഡുകൾ കാണുന്നുണ്ട്. വേറെ അത് ഫുട്ബോളിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? ക്രിക്കറ്റിൻ്റെ ഫുട്ബോളിൻ്റെ ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? കുറച്ചും കൂടെ അടുത്തുള്ള വ്യൂ, അതായത് നമ്മുടെ വാലി ഓഫ് ഡെസ്റ്റിലേഷൻ്റെ കുറച്ചും കൂടെ വേറെ ആംഗിളിൽ കിട്ടുമോ എന്നറിയത്തില്ല. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. അതിനുശേഷം നമ്മൾ സമയം കളയുന്നില്ല,
അടുത്ത നാഷണൽ പാർക്ക്. ഇവൻ സിയാന് ഓൾറെഡി നാഷണൽ പാർക്കിൽ എൻട്രി ആയി ആനിമൽ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവൻ എക്സൈറ്റഡ് ആയി. പിന്നെ ഇവിടെ അവരൊരു ഗെയിം പോലെയൊക്കെ തരും നമുക്ക്. എന്നായിരുന്നു സാധിച്ച ഗെയിം? So they give us blocks. So there's like four people, and there's options of animals below it. So it says the one who finds all of the animals under from this list, the one with the most points would get an ice cream from the leader. ഫ്രം ദ ലീഡർ. Yeah. ലീഡർ ആരാ? And you're the leader. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന കേസാണോ? ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമായിരിക്കും, അവരെ ടിക്കറ്റ് അവർ കൊണ്ടേ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അല്ല. അവർ ആ മാപ്പിൻ്റെ അകത്തൊരു ഗെയിം പറയാറുണ്ട്. ഈ ഓരോരോ നാഷണൽ പാർക്കിൽ ഏതാണ് കൂടുതൽ ആനിമൽസ് ഉള്ളത് അതിനെ സ്പോട്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ് തരും. അപ്പോൾ അത് പിള്ളേർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ഇവൻ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അവൻ എക്സൈറ്റഡ് ആയി. അവനപ്പോൾ അത് കണ്ടാൽ മതി. എവിടെയാണ് ആനിമൽസിനെ എവിടെയാണ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ്. ഇതുണ്ടോ അവിടെ ഒരു വഴി പോകുന്നുണ്ടോ? ആ വഴി കൂടെയാണ് 120-140 രാവിലെ പുറപ്പിച്ചത്. വാലി ഓഫ് ഡെസ്റ്റിനേഷനോട് വായി പറഞ്ഞു കയറാം. അമ്മയും മോളൊക്കെ പോയാൽ ഓടി വന്നു കയറി ഓടി വന്നു. ഓക്കെ അല്ലേ? പോലെ അപ്പോൾ ഇവിടെ നമുക്ക് വാലി ഓഫ് ഡിസൊലേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് എൻട്രയിൽ 220 മീറ്റേഴ്സ്. വ്യൂ പോയിൻ്റ് 220 മീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ദൂരമാണ്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവരോട് ഞാൻ ഇവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവരോട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, 220 മീറ്റർ നോട്ട് ബാഡ്. ഓക്കെ, പക്ഷേ അവരിന്നിപ്പം രാവിലത്തെ ഹൈക്ക് ഒത്തിരി എക്സ്ട്രീം ആയിരുന്നല്ലോ. അപ്പം അവർക്ക് ഇത്രയും ലോങ് ജേണി അല്ല, അവരെ മടുപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഫോട്ടോ എടുത്തിട്ട് വരാം. ഇവിടുത്തെ നാഷണൽ പാർക്കൊക്കെ എത്ര നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയോ. ഇത് പ്ലീസ് സ്കാൻ മീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നാഷണൽ പാർക്കിൻ്റെ സ്കാനർ, QR കോഡ് സ്കാനറാണ്. മിക്കവാറും അത് ഒന്നെങ്കിൽ നമ്മളെ ഈ നാഷണൽ പാർക്കിൽ വൈൽഡ് കാർഡ് എടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാർക്കിൽ എവിടെയെങ്കിലും നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് അവർ കാണിച്ചു തരും. സോ ഇത് ശരിക്കും നന്നായിട്ട് ഇവർ ഈ സദേൺ ആഫ്രിക്കൻ കൺട്രികളുടെ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ആഫ്രിക്ക ഈ പറയുന്ന നേച്ചർ ടൂറിസം നല്ലൊരു ഇൻകം സോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് നല്ല ഐഡിയ ഉണ്ട്. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മതിൽ പോലെ ഇവർ കെട്ടി. ഇത് അവിടെ നിന്ന് കാണുന്നവരല്ലോ, അടുത്തൊന്നും വലുതാട്ടോ. ഇതിങ്ങനെ അട്ടിക്കട്ടിക്കട്ടിക്ക് വെച്ചേക്കാണല്ലോ. നമുക്ക് അവിടെ നിന്ന് ഫുൾ വ്യൂ കിട്ടിയല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് കാണാം. പക്ഷേ ഇതല്ല അതിൻ്റെ എക്സാക്റ്റ് വ്യൂ പോയിൻ്റ്. അതിൻ്റെ വ്യൂ പോയിൻ്റ് ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം കുറച്ചും കൂടെ ബെറ്റർ വ്യൂ അവിടെ കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ഡിനോസർ ഫുഡ് ഇത് കണ്ടപ്പോഴാണ് ഓർത്തത്. ഡൈനോസർ ഫുഡ് പ്രിൻ്റ് കിട്ടിയ സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ ഹ്യൂമൻ്റെ ഒറിജിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ട്രിപ്പിൽ അത് പറ്റുമെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെക്കുറിച്ചും നേരത്തെ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ആഫ്രിക്കയാണ്. നമുക്ക് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ബോർഡർ ക്രോസ്സായി പോകും, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് കാലാവസ്ഥ അനുവദിച്ചതുമല്ല ഒരു റൈറ്റ്സ് പുറപ്പെട്ടാൽ അത് നടക്കില്ല. പക്ഷേ എനിക്കെല്ലാം നിങ്ങളെ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരവിടെ ഓൾറെഡി റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും 3 കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കേട്ടോ. ഒന്ന് ഈ ഗ്രാഫ്രിനെറ്റ് എന്ന് പറയുന്ന നമുക്ക് 3 കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കണ്ട ടൗണിൻ്റെ ഒരു കുറച്ചും കൂടെ ഡിസ്റ്റൻറ്റ് വ്യൂ കാണാൻ പറ്റും. നേരത്തെ കണ്ട വ്യൂ പോയിൻ്റ് അങ്ങ് അവിടെയാണ് നമ്മൾ കയറിയത്. റൊണ്ടോവെൽ എന്ന് പറയുന്ന അത് കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ പറയുന്ന നമ്മുടെ ഡെസലേഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഈ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ഇത് കുറേ ഉണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും അത് കുറച്ചധികമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആംഗിൾ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു പില്ലർ എടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതിപ്പോൾ ഞാൻ സെൻറ്ററിലെ ആ പില്ലർ മാത്രം എടുക്കുകയാണെങ്കിൽ നോക്കി, ഇത് സ്റ്റോൺ ബ്ലോക്കായിട്ട് നമ്മൾ പസിൽസ് കളിക്കുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇതൊരു അത്ഭുതം തന്നെയാണ്. അല്ലെങ്കിൽ ഇത് ഈ ഓർഡറിൽ എങ്ങനെ നിൽക്കുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് ഓരോന്നും താഴേന്ന് മുകളിലോട്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഗ്യാപ്പും ഉണ്ട്, സണ്ണ് ഇപ്പുറത്തേക്ക് വരുന്നുമുണ്ട്. അങ്ങനെ ഇത് ചിലതൊക്കെ ഇച്ചിരി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഈവൻ സ്ക്യൂ ആയിട്ട് പോലും നമ്മൾ പസിൽ കളിക്കുന്ന പോലെ അടുങ്ങി മുകളിലോട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ വ്യൂ ഉണ്ടോ. ഇതൊരു സ്ട്രക്ചർ ഇവിടെ മാത്രമാണ് ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്താ രസം. അത് കുറച്ചൊന്നുമല്ല, ഒത്തിരി ഏരിയ ഉണ്ട്. കുറേ ബ്ലോക്ക് അടുക്കി വെച്ചേക്കുന്നത്. പസിൽ ഗെയിം പോലെയുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ഹൈക്കിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കിംഗ് ട്രയൽസ് ഉണ്ട്.
അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. നമ്മളെല്ലാം തൊട്ട് തൊലോടി മാത്രമേ പോകുന്നത് കേട്ടോ. അങ്ങനെ വന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മൗണ്ടൻ സ്ട്രക്ചർ റോണ്ടോവെൽസ്. ഇതിവിടെ സ്റ്റോൺ ആണെങ്കിൽ അതൊരു മണ്ണ് കൂട്ടിയിട്ട് കൂന ഉണ്ടാക്കിയ പോലെ. അങ്ങനെ അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിഷ്വൽസ്. ഇതിൻ്റെ സൺസെറ്റിന് വേണ്ടിയാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഇതിലേക്ക് അവിടുന്ന് സൺ ഇങ്ങനെ വന്ന് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും വീണ് കഴിയുമ്പോഴേക്കും ഈ ലൈം സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ഒരു റെഡ് സ്റ്റൈലിലേക്ക് മാറും. അതിനുവേണ്ടിയാണ് ഇവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവരെ അതൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക, സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ജിയോഗ്രാഫിക്കൽ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പല പല ആൾക്കാരുമുണ്ട്. എന്നാണെങ്കിലും അവർ വരാതിരുന്നത് ഇത്തിരി മിസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ അവിടുന്ന് കാണുമ്പോൾ 2-3 എണ്ണേ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ശരിക്കും ഉണ്ടോ ആ പ്രത്യേകിച്ച് ആ വിടവ് കണ്ടോ, ആ ഗ്യാപ്പൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇനിയും നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ അടുത്ത നാഷണൽ പാർക്കിൽ നമുക്ക് എൻട്രി കിട്ടാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള റീജിയൻ എന്ന് പറയുന്നത് എനിക്ക് അത്ര പരിചിതമില്ലാത്ത റീജിയനാണ്. ഇങ്ങനെ പറഞ്ഞ് മലയാളത്തിലായതുകൊണ്ട് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ഈ പറയുന്ന ഇവിടെ പറയുന്ന ചില റീജിയനിൽ ചില കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ കുറച്ചും കൂടെ വൈൽഡായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്താ പറയുക, ആൾക്കാരെ ആക്രമിക്കാനൊന്നും മടിയില്ലാത്ത ആൾക്കാരൊക്കെയുള്ള പ്രൊവിൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് പരിചയമില്ലാത്ത പ്രൊവിൻസ് ആകുമ്പോൾ നമ്മൾ അവിടെ പോയി രാത്രി പോയി റിസ്ക് എടുത്ത് പോകുന്നത് നല്ലൊരു കാര്യം, പ്രത്യേകിച്ച് ഫാമിലി ഉള്ള. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് ആഫ്രിക്ക കേപ് ടുഗെദറൊക്കെ അടിച്ച ആൾ ഇത്രയ്ക്കും പേടിക്കണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പേടിക്കുന്നത് ഫാമിലി കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇത് ഞാൻ അവരുടെ മുമ്പിൽ പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല. അവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ധൈര്യം കൂടെ പോവും. പക്ഷേ ഇന്നലത്തെ ഹെല്ലിൽ പോയപ്പോൾ തന്നെ അവർക്ക് എന്നോട് അവർക്ക് ചെറിയ പേടിയായി തുടങ്ങിയായിരുന്നു, കിഡ്നാപ്പ് ചെയ്യപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഫ്രിക്കയിൽ പിന്നെ ന്യൂസും ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന ന്യൂസുകളും അവരും കേൾക്കുന്നതാണല്ലോ. അപ്പോൾ അതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഞാൻ നിൽക്കുന്നില്ല. സൺസെറ്റ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത നാഷണൽ പാർക്ക് അത് ഇവിടുന്ന് ഏതാണ്ട് 200 കിലോമീറ്ററും കൂടെ പോകണം. അപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് സമയം. ഇന്ത്യയുടെ ഏകദേശം 65% സൈസുണ്ട് ഓൾ സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഇവിടുത്തെ എല്ലാം തന്നെ ആവറേജ് ഏറ്റവും ചെറുത് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ അത്രയുള്ള ഒരു പ്രൊവിൻസ് ആയിരിക്കും. അത് നമ്മുടെ ക്യാപിറ്റലിരിക്കുന്ന ഹോട്ടിങ് എന്ന് പറയുന്ന പ്രൊവിൻസാണ്. അത് മാത്രമാണ് ഞാൻ സെൻട്രലി ടൗൺ ആയിട്ട് ഞാൻ ഈ ട്രിപ്പിൽ സെലക്ട് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാം റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം അവിടങ്ങളിൽ എല്ലാം പോകണം. പരിചയമില്ലാത്ത മേഖലയിൽ കൂടെ പോകുന്നതിൻ്റെതായ ടെൻഷനെക്കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ അല്ലേ ത്രില്ലേ, ഇതൊക്കെ പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ ഗസ്റ്റിനെയും കൊണ്ട് വരുന്നപ്പോഴും എനിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി അവരെ കാണിക്കണമെന്നുണ്ട്. സാധാരണ ടിപ്പിക്കൽ ഒരു സൗത്ത് ആഫ്രിക്കൻ ടൂറിസ്റ്റായിട്ട് വരുന്നവർ ഇതൊന്നും കാണില്ല, അവർക്ക് കാണാനുള്ള ചാൻസ് കുറവാണ്. അവർ മെയിൻ അട്രാക്ഷൻസിൻ്റെ അത് തന്നെ അവരെ മനസ്സ് കുളിരണിയിക്കും. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഞാൻ തന്നെ ആദ്യം പോയി ഇതിനെക്കുറിച്ച് പഠിക്കണം. അല്ലാതെ ഞാൻ ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് ബിയോണ്ട് ദ ബോർഡറിൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. ഹലോ ഞാൻ പറഞ്ഞില്ലേ, സൺസെറ്റിലേക്കുള്ള എല്ലാവരും പ്രായമായ ആൾക്കാരൊക്കെ വന്ന് ഇരുന്ന് കാണാൻ വേണ്ടിയാണ്. നമ്മുടെ താരങ്ങൾ എവിടെയാണെന്ന് നോക്കാം. താരങ്ങൾക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിൽ പോയി നിന്ന് അവർക്ക് താഴോട്ട് ലോങ് സൈറ്റ് കാണാൻ പറ്റും. ഇന്ന് ഡാർലിയെ സംബന്ധിച്ച് ഇവിടെ അവധിക്ക് വരുമ്പോഴേലും കുക്കിംഗ് ഒഴിവാക്കി കിട്ടുമെന്ന് വിചാരിച്ചാൽ അതും നടപടിയില്ല. വൈകുന്നേരത്തെ കുക്കിംഗ് ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലേ ഡാർലി? ഇന്ന് പിന്നെ ക്യാമ്പ് സെറ്റ് ചെയ്യേണ്ട. അത് തന്നെ. നിങ്ങളിവിടെ വ്യൂ പോയിൻ്റ് പോയോ? ഹൗ ആർ യു? ഗുഡ്. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാ, നീ കണ്ടായിരുന്നോ? ആനിമലിനെ കണ്ടില്ല, അവൻ കൊല്ലു അല്ലേ? എടാ നിന്നെ കാണിക്കാടാ. നമ്മളൊരു നാഷണൽ പാർക്കിലാണ് നിൽക്കുന്നത് കേട്ടോ. നിനക്ക് ഞാനൊരു സിംഹത്തിനെ പിടിച്ചു തരട്ടടാ. ഇവനെ പോലെ ഒരു ആനിമൽ സ്നേക്ക്. എടാ നിനക്ക് ഞാനൊരു വൈൽഡ് ഫോട്ടോഗ്രാഫിയിൽ നീ ഇൻട്രസ്റ്റ് ആണോ? എന്നാൽ പിന്നെ നിന്നെ വൈൽഡ് ഫോട്ടോഗ്രാഫി നിന്റെ പ്രൊഫഷനായിട്ട് സെലക്ട് ചെയ്യും. ഗ്രാഫ് റിനെറ്റ് എന്ന് പറയുന്ന വണ്ടർഫുൾ സ്മോൾ ടൗണിനോടും ഒക്കെ ബൈ പറഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് കാണാം. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോർഡറുകൾ താണ്ടിയുള്ള പുതിയ ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡർ.